അപ്പോഴേ രാത്രിത്തെ ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പൊടിക്ക് ചോറെടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ കറി എന്ന് പറയാൻ സിമ്പിളായിട്ടുള്ള മീനാണ് കേട്ടോ. വേളൂരിയാണ്, അത് തിളപ്പിച്ചതാണ്. പിന്നെ ചേന മെഴുക്ക് പുരട്ടിയും കൂടിയാണ്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കറി. പിന്നെ അച്ചാറുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതാണ് കറി. അപ്പോൾ ഇത് ഇത്തിരി വിനാഗിരി ഇട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചേക്കണത്. ചെറിയ മീനൊക്കെ ഞാൻ തക്കാളി ഇടൂല, വിനാഗിരി അല്പം വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അത്ര ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പാത്രത്തിലാണ് കൂട്ടുന്നത്. അല്പം ചാറാണ് കേട്ടോ വെച്ചേക്കണത്. ചാറ് അധികമാണെന്ന് ആരും പറയല്ലേ കേട്ടോ. ഇപ്പോൾ അല്പം ചാറ് വെച്ചാണ് തിളപ്പിച്ചേക്കണത്. അതുപോലെ മുളക് എന്ന് പറയാനായിട്ട് ഇത് കാശ്മീരിയാണ് എടുത്തേക്കണത്, അല്ലാതെ എരിവൊന്നുമില്ല അധികം. പിന്നെ എരിവിന് ഞാൻ പച്ചമുളകാണ് കൂടുതൽ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച്, ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്, ചതച്ച് തിളപ്പിച്ച സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ വേളൂരിയുണ്ട്. പിന്നെ ഈ ചേന മെഴുക്ക് പുരട്ടിയാണ്. ചേന ഇപ്പം മേടിക്കണം, നല്ല സൂപ്പറാണ്. തിളക്കുമ്പോൾ തന്നെ പൂട്ട് പോലെ വേണേ. അപ്പോൾ ഇത് ചേന ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ തേങ്ങ അരച്ച്, പരിപ്പിട്ട് തേങ്ങ അരച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി കേട്ടോ. അപ്പം കഴിക്കാം. അപ്പോൾ ഈ വേളൂരി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല ലാഭത്തിൽ കിട്ടി. 100 രൂപയുള്ള കിലോ. ഞാൻ 1 കിലോ വാങ്ങിച്ച് കുറച്ച് തിളപ്പിച്ച് ബാക്കിയൊക്കെ ഉപ്പ് പുരട്ടി വറുക്കാൻ പുരട്ടി വെച്ചു. അപ്പോൾ ഇതിൻ്റെ മുള്ളും തിന്നാം, എല്ലും തിന്നാം. സൂപ്പറാണ് കേട്ടോ. വേളൂരി ഇങ്ങനെ തിളപ്പിക്കുന്നതാണ് നല്ലത്. ചേന നല്ല ഇതുണ്ട്, പാപ്പിച്ച പോലെ ഏകണയും സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ട് പാപ്പിച്ചയാണ്. ഇതിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പം ചേനയും നല്ലതാണ്. ചേന ഇത്ര കൂടി എടുക്കും ഞാൻ, കുറച്ചധികം കൂടി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. സിമ്പിൾ ആൻഡ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഫുഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവരും കഴിച്ചോ കേട്ടോ. ഓക്കേ.